രാവിലെ എഴുന്നേറ്റ് വൂജനിലെ ഗ്രാമക്കാഴ്ചകൾ കാണാൻ ഇറങ്ങിയപ്പോഴേക്ക് നേരം നന്നായി പുലർന്നിരുന്നു. ഈ ഭാഗങ്ങളിൽ വേനൽക്കാലത്ത് 5 മണിയോടെ തന്നെ സൂര്യോദയം ഉണ്ടാവും. ഗ്രാൻഡ് കനാലിന് കുറുകെയുള്ള കൽപ്പാലങ്ങളിൽ ഒന്നിലൂടെ നടന്ന് ഞങ്ങൾ ഗ്രാമത്തിലേക്കെത്തി. ആദ്യം കണ്ടത് ഈ മീൻ കച്ചവടമാണ്. പുഴയിൽ നിന്ന് പിടിക്കുന്ന ആറ്റുകുഞ്ചുകളെയും ഗ്രാസ് കാർപ്പുകളെയും വരാലിനെ പോലെയുള്ള മീനുകളെയുമാണ് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. കനാലിൻ്റെ പടവുകളിൽ വെച്ച് തന്നെ വെട്ടി വൃത്തിയാക്കി കൊടുക്കും. ഇടപാടുകളെല്ലാം ഡിജിറ്റലാണ്. ചൈനക്കാർ ഈമി എന്ന് വിളിക്കുന്ന ചോളത്തിൻ്റെ വിളവെടുപ്പ് സമയമാണിത്. ചോളം കൂടാതെ യാങ്സി നദിയുടെ തീരത്ത് വിളയുന്ന ബോക്ചോയ് എന്ന ചൈനീസ് ക്യാബേജ്, പിന്നെ പലതരം ഇലക്കറികൾ എന്നിവയാണ് വാരാന്ത്യ ചന്തയിൽ പ്രധാനമായും എത്തിയിട്ടുള്ളത്. സൈക്കിൾ പെഡലിലും ബാറ്ററിയിലും പെട്രോളിലും ഓടിക്കുന്ന മുച്ചക്ര വാഹനങ്ങളിലാണ് ഗ്രാമീണർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ചന്തയിലേക്ക് എത്തിക്കുന്നത്. ചൈനീസ് ഗ്രാമീണ പാതകളിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് സാലുംചോ എന്ന് വിളിക്കുന്ന ഈ ട്രൈസിക്കിളുകൾ. ചൈനയിലെ വേറൊരു പതിവ് കാഴ്ചയാണത്രേ വേനൽക്കാലത്തെ പ്രഭാതങ്ങളിൽ പാതയോരത്ത് കസേരയും സ്റ്റൂളുമിട്ട് ചായയും നുണഞ്ഞിരിക്കുന്ന ഗ്രാമീണർ. തെർമൽ ഫ്ലാസ്കുകളിൽ കൊണ്ടുവരുന്ന ചൂടുവെള്ളത്തിൽ തേയിലിട്ട് കുടിച്ചുകൊണ്ട് വെയിൽ ചൂടാവും വരെ വർത്തമാനവും പറഞ്ഞ് ആ ഇരിപ്പ് തുടരും. ചിലർ ഷാങ്ഷി എന്ന് വിളിക്കുന്ന ചെസ്സിനോട് സാമ്യമുള്ള ഒരു ബോർഡ് ഗെയിം കളിക്കുന്നതും കാണാം. ആളുകൾ ഒത്തുകൂടുന്ന പഴയ മട്ടിലുള്ള ചായക്കടകളും പ്രഭാത ഭക്ഷണം വിളമ്പുന്ന തട്ടുകടകളും സജീവമായി കഴിഞ്ഞിരുന്നു. പലതരം സൂപ്പുകളും നമ്മുടെ നോർത്ത് ഈസ്റ്റുകാരുടെ മോമോസിൻ്റെ വകഭേദമായ ഡംപ്ലിങ്ങുമാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റായി വിളമ്പുന്നത്. ഞങ്ങൾക്ക് ലീയുടെ ഹോം സ്റ്റേയിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ആവിയിൽ വേവിച്ചെടുത്ത പച്ചക്കറി നിറച്ച ഡംപ്ലിങ്ങും ചായയിൽ പുഴുങ്ങിയെടുത്ത മുട്ടകളും സോയാ മിൽക്കുമായിരുന്നു ലീ ഞങ്ങൾക്ക് ഏർപ്പാട് ചെയ്തത്. വൂജനിലെ ഇൻഡോർ മാർക്കറ്റിലേക്കാണ് പിന്നീട് പോയത്. നല്ല വൃത്തിയായി പരിപാലിക്കുന്ന ഈ മാർക്കറ്റ് പ്രദേശവാസികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. പച്ചക്കറി സ്റ്റാളുകൾ തൊട്ട് വലിയ അറവുശാലകൾ വരെയുണ്ട്. കടൽ വിഭവങ്ങളുടെ കൂട്ടത്തിൽ പല നിറത്തിലുള്ള തവളകളെയും നമ്മുടെ നാട്ടിൽ ഞൗഞ്ഞി ഞൗണിക്ക എന്നൊക്കെ വിളിക്കുന്ന പുഴയൊച്ചിൻ്റെ വൈവിധ്യങ്ങളെയും കണ്ടു. ചൈനയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം മാംസഭക്ഷണം കഴിക്കുന്നവരുള്ള രാജ്യം. അതിൽ തന്നെ അവരുടെ ഇഷ്ടമാംസമായ പന്നിയിറച്ചിയുടെ കഴിഞ്ഞ വർഷത്തെ ഉപഭോഗം 56 ദശലക്ഷം ടണ്ണാണ്. മാർക്കറ്റിൽ നിന്നും പുറത്തിറങ്ങുന്ന വഴിയിലാണ് കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന ഈ അപ്പക്കട കണ്ണിൽപ്പെട്ടത്. തന്തൂർ അടുപ്പിനോട് സാമ്യമുള്ള ഓവനിൽ റൊട്ടി ചുട്ടെടുക്കുന്നത് കണ്ടു. ഒരാൾ തനിയെയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. ഒരു ടേക്ക് അവേ ഫുഡ് സ്റ്റാളാണെന്ന് മനസ്സിലായി. റൊട്ടി വാങ്ങാൻ വന്നവരിൽ ചില സ്ത്രീകൾ അയാളെ സഹായിക്കുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞപ്പോൾ കടയിലെ ജോലിക്കാരിയെപ്പോലെ തോന്നിപ്പിച്ച ഒരു സ്ത്രീ വന്ന് കയറി. വൈകി വന്നതിന് ക്ഷമാപണം നടത്തി അവരും ജോലി ആരംഭിച്ചു. തന്തൂറടുപ്പിൽ ചുട്ടെടുക്കുന്ന റൊട്ടിയുടെ പേര് ഷൗബിങ് എന്നാണെന്ന് ബിക്കി പറഞ്ഞു തന്നു. പുറമെ എള്ള് തൂവിയിട്ടുള്ള അകം പൊള്ളയായ ഒരു റൊട്ടിയാണിത്. പ്രാദേശികമായ വകഭേദങ്ങളുടെ ജനപ്രിയമായ ഒരു വിഭവമാണ് ഷൗബിങ്. ചൈനയിലെ ന്യൂനപക്ഷമായ ഉയ്ഗൂർ മുസ്ലിങ്ങൾ വഴി മധ്യേഷ്യയിൽ നിന്നെത്തിയതാണ് ഈ റൊട്ടി. യോത്യ എന്നാണ് ഈ സ്ത്രീ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ പേര്. നേരത്തെ കുഴച്ചു വെച്ച മാവ് നീളത്തിൽ പരത്തിയെടുത്ത ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് എണ്ണയിൽ വറുത്തെടുക്കുന്നു. ചൈനീസ് ഡോണറ്റ് എന്നും പേരുള്ള യോത്യ ചൈനക്കാരുടെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണങ്ങളിൽ ഒന്നാണ്. പലഹാരങ്ങൾ വാങ്ങി വരുന്നതിനിടെ ഞങ്ങളെ വന്ന് പരിചയപ്പെട്ട ഈ വൃദ്ധൻ ചൈനീസ് അറിയാമോ എന്നാണ് ആദ്യം ചോദിച്ചത്. 85 വയസ്സുള്ള കക്ഷി ഒരു വാർ വെറ്ററനാണ്. ഇപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കുന്നു.
ഇക്കൊല്ലത്തെ ചൂടിൻ്റെ കാഠിന്യത്തെ പറ്റിയായി പിന്നെ സംസാരം. മാൻഡറിൻ അറിയുന്ന ഇന്ത്യക്കാരനെ കണ്ടതിൽ സന്തോഷമുണ്ട് എന്നും പറഞ്ഞ് നിറഞ്ഞ ചിരിയോടെ തൻ്റെ മുച്ചക്ര സൈക്കിളിൽ കയറി അദ്ദേഹം യാത്ര പറഞ്ഞു. വെറും 1.5 ദിവസത്തിനുള്ളിൽ അവിസ്മരണീയമായ പലതരം കാഴ്ചകളാണ് വൂചൻ മനസ്സിൽ അവശേഷിപ്പിച്ചത്. തെരുവിൽ പലയിടങ്ങളിലായി കണ്ടുമുട്ടിയ അപരിചിതരായ മനുഷ്യർ സമ്മാനിച്ച ഊഷ്മളമായ ചിരികൾ കൊണ്ടുകൂടി ഈ പൗരാണികമായ ജലനഗരം എനിക്ക് പ്രിയപ്പെട്ടതാവുന്നു. ഹോം സ്റ്റേയുടെ ഉടമ ലീ അവരുടെ കാറിൽ ഞങ്ങളെ ടൗണിൽ കൊണ്ടുവിട്ടു. വൂചനിലേക്ക് വീണ്ടും വരാൻ ക്ഷണിച്ചാണ് അവർ യാത്ര പറഞ്ഞത്. ബസ് വരുന്നതും കാത്ത് പുറത്ത് വെയിൽ കൊണ്ട് നിൽക്കുകയായിരുന്ന ഞങ്ങളെ കണ്ട് തൊട്ടടുത്തുള്ള ഹോട്ടലുകാർ അവരുടെ ലോബിയിൽ വന്നിരിക്കാൻ ക്ഷണിച്ചു. അവരുടെ ഗസ്റ്റുകളല്ലാതിരുന്നിട്ടും അവർ ഞങ്ങളോട് കാണിച്ച ആതിഥ്യമര്യാദ അത്ഭുതപ്പെടുത്തി. ബസ് വൂചൻ്റെ ടൗൺ ഏരിയ വിട്ട് ഹൈവേയിലേക്ക് കടക്കുകയാണ്. കൽപ്പാലങ്ങൾക്കും കനാൽ വെള്ളത്തിനും തൽക്കാലം വിടാം. ഷീതാങ്ങിലെ കാഴ്ചകളുമായി അടുത്ത തവണ കാണാം.